പാലക്കാടത്തെ സ്പെഷ്യൽ സാധനം എന്തോ ഇവിടെ ഉള്ള ഇവിടെ വന്നാൽ കഴിച്ചിരിക്കുന്ന നല്ല സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറ. ഇവിടുത്തെ മാത്രം കിട്ടുന്നല്ലോ ഒക്കെ പറയാം. അത് കഴിച്ചില്ല എന്തൊക്കെയാ ഉള്ളേ? ഇതൊക്കെയാണ് ഇവിടുത്തെ സാധനങ്ങൾ. ഇതിനകത്ത് ഏത് ഓർഡർ ചെയ്യും? മീൻസ് ഏതൊക്കെ നല്ലതെന്ന് പറയാം. എനിക്കിനെ കുറിച്ച് അറിയത്തില്ല. അന്നേരം ഏതാ നല്ലതെന്ന് വെച്ചാൽ ട്രൈ ചെയ്യാനുള്ള സാധനം നീ പറ. അന്നേരം ഞാൻ അത് മേടിച്ച് ട്രൈ ചെയ്യാം. ഏതോ നാലെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമുക്ക് ട്രൈ ചെയ്യണ്ടായിരിക്കും. നമ്മുടെ ദോശ സെറ്റായി. ഇത് വാട്ടീസ് ആരാ ഓർഡർ ചെയ്തോ? ദിസ് ഈസ് പൊടിദോശ ഗൈസ്. ഞാൻ ഓർമ്മ എടുത്തു. നിങ്ങൾ വന്നപ്പോഴത്തേക്ക് അമ്മ ഇതിനെ അടുത്ത് കൊണ്ടുവരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അന്നേരം അമ്മ കൊണ്ടുവരും. നമ്മളെല്ലാവരും ടേബിളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സാധനം ഇവിടെ കൊണ്ടിരിക്കുന്നതിൽ പോയി. പക്ഷേ ഈ ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്തൊരു ദോശ? ഈ ഗോൾഡ് മസാല. പക്ഷേ മസാലയിൽ തേങ്ങ അല്ല. ഞാൻ ബ്ലോക്ക് പറഞ്ഞത്. ഇനിയും ദോശ തെറ്റായി. വ്യത്യാസമുണ്ടല്ലോ ഗൈസ്. ഷേപ്പിനല്ല വ്യത്യാസമുണ്ടല്ലോ. ഓർമ്മയില്ല. ഇത് ദോശ ഉണ്ടാക്കിയിട്ട് മണ്ട കുറച്ച് ഇനിയും വരി കയറി. ഇത്രയല്ല. അങ്ങനെ എപ്പോൾ വിളിച്ച ഉമ്മര് പണിക്കൊക്കെ പോകുമായിരിക്കും. ചട്നിയും കൂടെ ചേർത്ത് നോർമലല്ല. ഒരു വ്യത്യാസമൊന്നും ചെയ്യുന്നില്ല. പുറത്തേക്ക് സമ്മതിക്കണില്ല. വീട്ടിൽ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. റെസ്റ്റോറൻറ്റിൻ്റെ പേര് കാണിക്കാൻ പോലും നല്ല പറ്റില്ല. സ്പെഷ്യൽ ഇതിൻ്റെ പേര് പാലക്കാട് സ്പെഷ്യൽ NMR ബിരിയാണി. ഇവരെ അടിപൊളി കൊണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് കഴിച്ച് നോക്കിയിട്ട് മട്ടൻ ബിരിയാണി ഓർക്കം. ശകലം എല്ലാം ടേസ്റ്റ് ചെയ്താൽ ശകലം കുറച്ച് മതി. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യലെന്ന് കഴിച്ച് നോക്കാം. കഴിച്ചാൽ കറി, സലാഡ്, ഒരു ബീഫിൻ്റെ പീസ്. ബീഫ് വേവാണ്ട് കട്ടിയുണ്ട്. ഈ കറിക്ക് ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് വരും. മധുരം ഇനി ഒന്നുകൂടെ ആക്ട് ചെയ്യാൻ വയ്യുണ്ട്. ഇനി ഞാൻ കഴിച്ചു തീർന്നിട്ട് വരാം. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. ഇവിടുത്തെ ഈ NMR ബിരിയാണി ഫേമസ് ആണെന്നാണ് അമ്മമാർ പറഞ്ഞത്. ബട്ട് ഗൈസ്, അവന്മാർക്ക് ഇവിടെ നോർമലി ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ചിക്കനും ബീഫും. ബട്ട് എനിക്കിഷ്ടപ്പെട്ടത് മട്ടനാണ്. എന്താണെന്നോ എൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസമായിരിക്കും ഗൈസ്. അവന്മാർക്ക് ഇഷ്ടപ്പെട്ടത് വേറെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് വേറെ. എൻ്റെ ഒപ്പീനിയനാണ് ഗൈസ്. സാധനം കൊള്ളാം, വന്ന് കഴിച്ചു. ഇവിടെ ഇതെന്ത് സാധനം? ഇതെന്ത് സാധനം? മുട്ട എഗ് ചില്ലി. ഭയങ്കര ഫ്രഷ്. ഇന്നത്തേക്ക് ഗൈസ് എഗ് ചില്ലി. ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി സാധനമാണെന്ന് തോന്നുന്നു. ഈ സാധനങ്ങളുണ്ടെന്ന് അതിന് ഇഷ്ടപ്പെട്ടു. ഇത് ഉപ്പ് കൂടിയതിൻ്റെ ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എച്ചിൻ്റെ ഉപ്പ് കൂടിയോണ്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. മറ്റേ ഓക്കെ. അങ്ങനെ ഞങ്ങൾ ആക്ഷൻ ഹീറോ ഇതിനകത്ത് അങ്ങനെ അതൊന്നും തോന്നുന്നില്ലേ? ഇതിനവരുടെ ഇവിടെ നിന്ന് ഇടിയിരിക്കുന്ന അവിടെ കൊല്ലത്ത് കൃഷ്ണ പോലെ കിട്ടും. പാലക്കാട് നിന്ന് ഇരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ട്രെയിൻ ഇപ്പോൾ ഉടനെ വരും. ഞങ്ങൾ പാലക്കാട് പരിപാടീസ് എല്ലാം കഴിഞ്ഞ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും വള്ളി പിടിച്ചുകൊണ്ട് വരാം. എനിക്ക് ഉമ്മാരെ അങ്ങോട്ട് വിളിച്ചില്ല. അതുവരെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിച്ചില്ല. ആകെപ്പാടെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഞങ്ങളുടെ അടുത്ത് പോയാൽ മാത്രം ഷൂട്ട് ചെയ്തു. വേറെ ഒന്നും ചെയ്യില്ല. നമ്മുടെ NMR ബിരിയാണി, പിന്നെ വേറെ കാപ്പി പിടിക്കാനും പറഞ്ഞിട്ട് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ എത്തിക്കിട്ടാം. അപ്പോൾ പാലക്കാടിന് ടാറ്റ. ഞങ്ങൾ പോകാം. ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ വരുമായിരിക്കും. ഞാൻ തിയേറ്ററിനുള്ളിൽ വന്നു. 9:35 പറഞ്ഞു വിചാരിച്ചാൽ ഞാൻ എപ്പോഴാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ബട്ട് 9:50 തുടക്കം തൊട്ട് കാണാൻ പറ്റും. ചെറിയൊരു പേരുണ്ടായിരുന്നു എനിക്ക്. ബട്ട് ഇപ്പോൾ മാറി. എനിവേ ഗൈസ്, ഇവിടെ മൊത്തം വണ്ട മീൻസ് കുറച്ച് ആൾക്കാരുണ്ട് ഗൈസ്.
അപ്പോൾ ഇവിടെ കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് സംസാരിക്കും ഗൈസ്. അതൊക്കെ ഭയങ്കര സൗണ്ടും വേണം, എന്നിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ സൈഡിലോട്ട് മാറുന്നില്ല പറ്റുള്ളൂ. സോ ഗൈസ് പിന്നെ ഗൈസ് അങ്ങനെ എല്ലാ പരിപാടീസും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി പടം കണ്ടു. മൈ ഗോഡ് ഗൈസ്, സീരിയസ്ലി ഞാനിരുന്ന് കരഞ്ഞായിരുന്നു, എനിക്കൊരു ഡൗട്ട്. പിന്നെ ഗൈസ് ഈ പടം ഇറങ്ങുന്നത് 2006 എനിക്ക് 5 വയസ്സുള്ളപ്പം. സോ ഗൈസ് ഇതൊക്കെ തിയേറ്ററിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനെ കുറേ പടങ്ങൾ തിയേറ്ററിൽ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അതൊക്കെ റിലീസ് ചെയ്താൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ വൺ ഡേ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും, എന്നിട്ടിരുന്ന് കാണും. ഓക്കെ ഗൈസ്, അപ്പോൾ ഹൗസ്ഫുള്ള് ഇന്നും ഹൗസ്ഫുള്ളായിരുന്നു ഗൈസ്. രാവിലത്തെ ഉച്ചക്കലത്തെ ഷോ ടിക്കറ്റ് കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ രാവിലത്തെ ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് എന്താ ഏറ്റവും ഫ്രണ്ട് റോയിൽ 2-3 പേരെങ്ങാണ്ട് ഇല്ലാതുള്ളൂ, ബാക്കി ഫുൾ ഫില്ലായിരുന്നു. ഹൗസ്ഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഹാപ്പി ഗൈസ്. മൈ ഗോഡ് ഗൈസ്, അടുത്ത പടത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ വ്ളോഗ് എവിടെ ചെയ്താലും എൻ്റെ ഗൈസ് ഒട്ടും വയ്യ ഗൈസ്, എനിക്ക് പനി പിടിച്ചൊന്ന് പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ സെൻഡ് ചെയ്യുന്നെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇവിടെ എണ്ണം വേണം, നെക്സ്റ്റ് ടൈം വീഡിയോ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പനി ഗൈസ്, അപ്പോൾ സബ് ചെയ്ത് തരാം. ടാറ്റ.